Hello everyone. എല്ലാവർക്കും മേരി ക്രിസ്മസ്. അപ്പം നെക്സ്റ്റ് വീക്ക് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാൻ റെഡി ആയിട്ടിരിക്കുമായിരിക്കും അല്ലേ? സാധാരണ നമ്മുടെയൊക്കെ വീട്ടിൽ ക്രിസ്മസ് ടൈമിൽ നല്ലൊരു മണം വരാറുണ്ട്. എന്തായിരിക്കും അത്? ബീഫ്, ചിക്കൻ കറി ഒക്കെ അതിൻ്റെയൊക്കെ മണം കാണും. അതല്ലാതെ വേറൊരു കാര്യവും കൂടെ കാണും. എന്തായിരിക്കും? നമ്മുടെ ക്രിസ്മസ് കേക്ക് അല്ലെങ്കിൽ പ്ലം കേക്ക്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഞാനിവിടെ എന്തിനാണ് വന്ന് നിൽക്കുന്നതെന്ന്. അതെ, ഞാനിവിടെ ഇന്ന് ഒരു റിച്ച് ട്രഡീഷണൽ പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പ്ലം കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവരായിരിക്കും. പക്ഷേ ഞാൻ ഓർത്തു ഇത് ഞങ്ങളുടെ വീട്ടിൽ അമ്മയുടെ അമ്മയും എല്ലാവരും ട്രൈ ചെയ്ത ഒരു റെസിപ്പിയാണ്. അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും ഒന്നുകൂടെ. അപ്പം നമുക്ക് പതുക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പം നമുക്ക് ഈ കേക്കിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ? ഞാനിവിടെ 350 grams ആണ് എടുത്തിരിക്കുന്നത്. ബട്ടറും എഗ്ഗും എല്ലാ ക്വാണ്ടിറ്റിയും ഞാൻ 350 grams എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം നോക്കാം. ഇത് ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. പിന്നെ ഇത് ലൈറ്റ് ബ്രൗൺ ഷുഗർ, ഇത് 175 gram. ഇത് ഡാർക്ക് ബ്രൗൺ ഷുഗർ 175. അപ്പം നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഈ ട്രഡീഷണൽ പ്ലം കേക്കിൽ എവിടെയാണ് ഈ ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ എന്നൊക്കെ. ഇത് എനിക്ക് ഇഷ്ടമാണ് ഈ രണ്ട് ഷുഗറും കേക്കിൽ ആഡ് ചെയ്യുന്നത്. കുറച്ചും കൂടെ മോയ്സ്റ്റ് ആവും, അല്ലെങ്കിൽ കുറച്ചും കൂടെ റിച്ച് ആവും ആ കേക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. നോർമൽ കാസ്റ്റർ ഷുഗർ 350 gram യൂസ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് കേക്ക് ഫ്ലവർ 350 gram. ഇത് ബേക്കിംഗ് പൗഡർ, ഇതൊരു 6 to 8 grams ഉണ്ട്. ഇത് വാനില എസൻസ്, ഇതൊരു 2 to 3 teaspoon ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മളുടെ സ്റ്റാർ ഓഫ് ദി പ്ലം കേക്ക്. എന്താ ഇത്? സോക്ഡ് ഫ്രൂട്ട്സ്. ഇത് ഞാനൊരു 1 week മുന്നേ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് നമ്മൾ സാധാരണ സോക്ക് ചെയ്യുന്നത് റം അല്ലെങ്കിൽ ബ്രാൻഡി അല്ലെങ്കിൽ നമുക്ക് ഓറഞ്ച് ജ്യൂസ്. അപ്പം ഞാനത് ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്ത് വെച്ചത്. പിന്നെ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നട്ട്സ് ഉണ്ട്, റേസിൻസ് ഉണ്ട്, ഡ്രൈഡ് ക്രാൻബെറി ഉണ്ട്, പീക്കൻ നട്ട്സ് ഉണ്ട്, പിന്നെ ഡേറ്റ്സ് ഉണ്ട്. അപ്പം ഞാൻ ഇത്രയും ഫ്രൂട്ട്സേ യൂസ് ചെയ്തുള്ളൂ. അപ്പം സാധാരണ ഞാനിത് സോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാനിത് ഗീക്കകത്ത് ഇത് വറുത്തെടുത്തിട്ടാണ് ഞാൻ സോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പം ഇതെല്ലാം ഭയങ്കര സോഗിയായി പോവും. അപ്പോൾ അതിന് ആ ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ഞാൻ വറുത്തിട്ട് സോക്ക് ചെയ്ത് വെച്ചത്. പിന്നെ ആ റേസിൻസിൻ്റെ ആ പുളിയും കുറച്ചൊന്ന് പോകാൻ വേണ്ടിയാണ് ചെയ്തതെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ നിങ്ങളോടും അത് തന്നെ പറയുന്നു, അതായിരിക്കും റീസൺ കേട്ടോ. പിന്നെ വേണ്ടത് എഗ് വൈറ്റ് ആൻഡ് എഗ് യോക്ക്. ഇവിടെ അപ്പം മുട്ട ഞാൻ എടുത്തിരിക്കുന്നത് 350 gram ആണ്. ആദ്യം പറഞ്ഞല്ലോ നമ്മളെല്ലാം 350 grams എടുത്തിരിക്കുന്നത്. അപ്പം മുട്ട ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. അപ്പം നമ്മളിത് ഒരുമിച്ചല്ല ചേർക്കുന്നത്. എഗ് വൈറ്റ് ലാസ്റ്റ് നമ്മൾ അടിച്ച് പതപ്പിച്ച് ലാസ്റ്റാണ് ചേർക്കുന്നത്. അത് ആ കേക്ക് കുറച്ചും കൂടെ ഏറി ആവാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. ഇത് പഞ്ചസാര കരിച്ചതാണ്. പഞ്ചസാര കരിക്കാൻ ഞാൻ ഒരു 300 gram നമ്മളുടെ നോർമൽ ഷുഗറാണ് യൂസ് ചെയ്തത്. അതൊന്ന് കാരമലൈസ് ആയി വരുമ്പോൾ നമ്മളൊരു 1/2 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കണം. എന്നാലേ അതിനൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി കിട്ടുള്ളൂ, ഞാൻ നേരത്തെ കാണിച്ച പോലെ. അല്ലെങ്കിൽ അത് കേക്കിനകത്ത് ഒഴിക്കുമ്പം കട്ടയായി പോകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം പരിചയപ്പെട്ടു. അപ്പം നമുക്കിനി പരിപാടി തുടങ്ങിയാലോ? അപ്പം ആദ്യം നമുക്ക് നമ്മളുടെ ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്യാം. ഞാൻ ബട്ടർ നമ്മളുടെ ബീറ്ററിനകത്തോട്ട് ഇടുകയാണ്. അപ്പം ഇത് നമുക്കൊരു മീഡിയം ഇതിലിട്ടിട്ട് നമുക്കൊരു 3 to 4 minutes നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് അതൊരു പെയിൽ കളർ ആകുന്നിടം വരെ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. അപ്പോൾ ബട്ടർ ബീറ്റ് ആകുന്ന സമയം കൊണ്ട് നമുക്കൊരു കുറച്ച് പരിപാടി ഇവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മളുടെ ഈ കേക്ക് ഫ്ലവറും ബേക്കിംഗ് പൗഡറും കൂടെ ഒന്ന് ഇടഞ്ഞെടുക്കാം. അപ്പം ഞാൻ ഇടയാൻ പോവാണ്. അപ്പം നമ്മളിവിടെ ഫ്ലവർ എല്ലാം സിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തുനിന്നൊരു 2 to 3 tablespoon നമ്മളുടെ സോക്ഡ് ഫ്രൂട്ട്സിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ബേക്കായി വരുമ്പോൾ താഴോട്ട് പോകാതിരിക്കാനും ലെവലായിട്ട് കിടക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനും അത് തന്നെ നിങ്ങളോട് പറയുകയാണ്. അപ്പം ഞാൻ ഇതിനകത്തോട്ടൊരു 2-3 tablespoon ആഡ് ചെയ്യാൻ പോവാണ്.
ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണേ ഇട്ടുള്ളൂ. നമുക്ക് നോക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ ഫ്രൂട്ട്സിലും എല്ലാ ഭാഗത്തോട്ടും പൊടിയൊക്കെ ആയോ എന്ന് നമുക്ക് നോക്കാം. ആയില്ലെങ്കിൽ നമുക്കൊരു ടേബിൾ സ്പൂണും കൂടെ ഇടാം. നമുക്കൊരു ടേബിൾ സ്പൂണും കൂടെ ഇടാം. അപ്പം ഞാൻ ഓക്കെ ഇത്രയും മതിയായിരിക്കും. യെസ്, ഇത്രയും മതി. ഓക്കെ, അപ്പം ഇതും സെറ്റായി. അപ്പം നമ്മളുടെ ബട്ടറെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പതുക്കെ ഇതിനകത്തോട്ട് ഷുഗർ ഇടാം. ഞാൻ ആദ്യം ലൈറ്റ് ബ്രൗൺ ഷുഗർ ഇടുന്നത്. ഏത് ഓർഡറിലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഞാൻ ഈ ബ്രോൾസ് എല്ലാം സൈഡെല്ലാം ഒന്ന് ബട്ടറിൻ്റെ സ്ക്രേപ്പ് ചെയ്തിടാം. എന്നിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇത് നന്നായിട്ട് കമ്പൈൻഡ് ആകുന്നിടം വരെ ബീറ്റ് ചെയ്യണം. അതൊരു 3 to 4 minutes മതിയാവും. അപ്പം നമ്മളുടെ ഷുഗർ എല്ലാം നല്ല വെൽ കമ്പൈൻഡ് ആയിട്ടുണ്ട്. നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കളറാവും. ഓക്കെ, ഞാൻ ബോളിൻ്റെ സൈഡെല്ലാം ഞാൻ സ്ക്രേപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ ഇത് അടിയിലെല്ലാം വന്ന് കിടക്കും. അതുകൊണ്ട് ഞാൻ സ്ക്രേപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്കിനിയിപ്പം എഗ്ഗ് ആഡ് ചെയ്യാം. ഇത് മുട്ടയുടെ യോക്ക് ഇടാൻ പോവാണ് നമ്മൾ. അപ്പം 1 by 1 ഇടുമായിരുന്നേ എളുപ്പമുണ്ടായിരുന്നു. പക്ഷെ അത് ഹോൾ എഗ്ഗ് ആണെങ്കിലാണ്. ഇല്ലെങ്കിൽ ഇത് നമ്മൾ മുഴുവനായിട്ട് ഇടണ്ട. നമുക്ക് നോക്കാം എന്തോരം ഇടാൻ പറ്റുമെന്ന്. 1 by 1 ഇടാൻ പറ്റുമെന്ന് നോക്കാം. അല്ലെങ്കിൽ കുറച്ചായിട്ട് നമുക്ക് ഇടാം. നമുക്കൊന്ന് ട്രൈ ചെയ്യാം ആദ്യം. ഓക്കെ, ഒരെണ്ണമായിട്ട് വീണു. അപ്പം നമുക്ക് അതൊന്ന് ബീറ്റ് ചെയ്യാം. ഓക്കെ, ഒരെണ്ണം വീണു. ഒരെണ്ണം കമ്പൈൻഡ് ആയിട്ടുണ്ട്. ഇനി അടുത്തതും കൂടി ഇടാം. അപ്പം ലാസ്റ്റുള്ള ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ചിടുകയാണ്. ഇതൊരു 3 egg yolks ഉള്ളൂ. അപ്പം ഞാനത് ഒരുമിച്ചിടുകയാണ്. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ നമുക്ക് ബോൾസ് ഒന്ന് നന്നായിട്ട് സ്ക്രേപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഓൾമോസ്റ്റ് തീരാറായി കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് മുന്നേ നമുക്ക് ഈ എഗ് വൈറ്റ്സ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ എഗ് വൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം നോക്കണം. ഈ എടുക്കുന്ന പാത്രം അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ബീറ്റർ ഒന്നിനകത്തും ഒരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാകാൻ പാടില്ല. ഒരു തരി പോലും വെള്ളം വരരുത്. വെള്ളം വന്നു കഴിഞ്ഞാൽ ഇത് പതഞ്ഞ് വരത്തില്ല. അപ്പം അതുകൊണ്ട് അത് സൂക്ഷിക്കണം. അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ എഗ് വൈറ്റ് ബീറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ നോക്കിയാൽ അറിയാം പാത്രത്തിൽ നിന്ന് താഴെ പോകത്തില്ല. ആ പരുവത്തിൽ വേണം നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ബാക്കി ഫ്ലോറും നമ്മളുടെ സോക്ഡ് ഫ്രൂട്ട്സും എല്ലാം കൂടെ ഇപ്പം ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ബാക്കിയുള്ള സാധനമെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഈ ലാഡിൽ തൽക്കാലം മാറ്റി വെച്ചു. നമുക്കെല്ലാം വെച്ചിട്ട് നമുക്കൊന്ന് ലാസ്റ്റ് ഒരു റൗണ്ട് ബീറ്റ് ചെയ്യാം. ഇടാം. ഞാൻ ഈ സോക്ഡ് ഫ്രൂട്ട്സ് ഇതിനകത്ത് ഇടാൻ പോവാം. അതിന് ഹാഫ് ഇതായിടുന്നത്, ഹാഫ് ഭാഗം. ഇനി വാനില എസൻസ് ഒഴിക്കാൻ പോവാം. പിന്നെ നമ്മളുടെ പഞ്ചസാര നമ്മൾ കരിച്ചു വെച്ചതും കൂടെ ഹാഫ് ഒഴിക്കാൻ പോവാം. ഇതൊന്ന് ഏറ്റവും ലോ സ്പീഡിലിട്ടൊന്ന്
നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. എന്ന് വെച്ചാൽ ഇത് ഒത്തിരി ഓവറായിട്ട് ഇളകി പോകരുത്. അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയുള്ള ഒരു ലോ സ്പീഡിലിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, അത് കമ്പൈൻഡ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടെ മിക്സ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമ്മളുടെ സോക്ഡ് ഫ്രൂട്ട്സ്, ബാക്കിയിരുന്ന ഫ്രൂട്ട്സ് ഫുള്ള്, മൈദ, അപ്പം ബാക്കിയിരിക്കുന്ന നമ്മളുടെ ഷുഗർ സിറപ്പും കൂടെ ആഡ് ചെയ്യാം. ലാസ്റ്റ് ഒന്ന് ഇതൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് നല്ലൊരു കളറും വന്നിട്ടുണ്ട്. സോ ലാസ്റ്റ് നമുക്ക് നമ്മളുടെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് വെച്ചതും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളുടെ ഓവനകത്തോട്ട് കയറ്റാം. അപ്പം ഈ എഗ് വൈറ്റ് ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോവാം. കുറേശ്ശെ ആഡ് ചെയ്യാം. ഞാൻ സ്പാറ്റില മാറി. അപ്പം ഇത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാം. അത് ഇച്ചിരി പതുക്കെ വേണം ചെയ്യാൻ. ഈ ലാസ്റ്റ് ബാച്ച് ഇടാൻ പോവാം. ഓക്കെ, സോ നേരത്തെ ഇളക്കിയ പോലെ തന്നെ പതുക്കെ ഫോൾഡ് ചെയ്ത് കേക്ക് ബാറ്ററിലോട്ടിടാം. ഇതുപോലെ നിങ്ങളിങ്ങനെ വട്ടം കറക്കിയാൽ മതി. അത് ബീറ്റർ ഒന്നിട്ട് ചെയ്യരുത്, ആ എഗ് വൈറ്റിൻ്റെ ഫ്ലഫിനെസ് മുഴുവൻ പോകും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പതുക്കെ ഉടയാതെ ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം കമ്പൈൻഡ് ആയിട്ടുണ്ട്. അപ്പം നമ്മളിനിയും ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് ഇത് മാറ്റാം. അപ്പോൾ ബാറ്ററി ഞാൻ അങ്ങോട്ട് മാറ്റാൻ പോവാണ്. ഇതിലൊന്ന് ലെവലാക്കാം നമുക്ക്. ബേക്കിംഗ് ട്രേ കൂടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം അതിനകത്തുകൂടെ നമുക്ക് ബാറ്റർ ഇടാം. അപ്പം ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ബേക്കിംഗ് ട്രേയിൽ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പം നമുക്കിത് ടാപ്പൊക്കെ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനകത്തോട്ട് നമുക്കിത് വെക്കാം. ഞാൻ പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന 175 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് നമ്മളിത് വെക്കാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് നമുക്കൊരു 30 to 35 മിനിറ്റ്സ് നോക്കാം ഫുൾ ബേക്ക് ആയോന്ന്. ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സും കൂടെ എക്സ്ട്രാ വെക്കാം. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഓക്കെ, അപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം കേക്ക് ആയോന്ന്. നമുക്കൊരു സ്ക്യൂർ ഇട്ട് നോക്കാം. ഓക്കെ, സ്ക്യൂർ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് ഇപ്പോൾ ഡിമോൾഡ് ചെയ്യാം. ഓക്കെ, ഞാനിത് കട്ട് ചെയ്യാൻ പോവാം. അപ്പം
കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇപ്പോൾ കേക്കെല്ലാം ഫ്രൂട്ട്സ് എല്ലാം കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ഫ്ലഫി ആൻഡ് സോഫ്റ്റ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളി. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറഞ്ഞല്ല, അടിപൊളിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുറച്ച് ചൂടുണ്ട്, കാരണം ഇത് നന്നായിട്ട് തണുത്തിട്ട് മുറിക്കുന്നതാണ് നല്ലത്. ഇത് കുറച്ച് ചൂടുണ്ട്, കുറച്ച് ടൈമിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മളിത് നേരത്തെ കട്ട് ചെയ്തു. പക്ഷെ നന്നായിട്ട് തണുത്തിട്ട് കട്ട് ചെയ്താൽ അടിപൊളിയാണ്. ഒരാകെ ഞാൻ പിന്നെയും കാണിക്കാം. ഇത് ട്രൈ ചെയ്ത് നോക്കുക, നമ്മളുടെ റെസിപ്പി എങ്ങനെയുണ്ടെന്ന് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ബൈ.